സർ, ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖറിനെ കഴിഞ്ഞ മാർച്ചിലാണ് തീരുമാനിച്ചത്. അദ്ദേഹം നിയമിതനായി. പക്ഷെ അതിനുശേഷം സംഘടനയിൽ മറ്റാരൊക്കെ വേണം, ഭാരവാഹികൾ ആരൊക്കെ ആവണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. ഇന്ന് കോർ കമ്മിറ്റി ചേരുന്നുണ്ട്. പുനഃസംഘടനയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ബി.ജെ.പിക്ക് അകത്ത് മറ്റെന്തെങ്കിലും തരത്തിൽ കേരളത്തിൽ വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? നേതാക്കൾ തമ്മിൽ വേണ്ട രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഇല്ലാതിരിക്കുന്ന ഒരു സംഭവമുണ്ടോ? ആ ബി മാർച്ചിൽ ബി.ജെ.പിയുടെ പുതിയ നേതൃത്വം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് വന്നാൽ അതിനൊരു സംസ്ഥാന കമ്മിറ്റി ഉണ്ടാവണം. സംസ്ഥാന കമ്മിറ്റി ഉണ്ടായാൽ മാത്രമല്ലേ കേരളത്തിൽ ഉടനീളം ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചുള്ള ഒരു പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രവർത്തനം താഴെ തട്ട് വരെ എത്തണമെങ്കിൽ കൃത്യമായ ഒരു നേതൃത്വം വേണ്ടേ? ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം കൂടി കൊണ്ടുപോകാനൊന്നും ഒക്കുന്ന ഒരു അവസ്ഥയില്ല. നമുക്കെല്ലാം അറിയാം, എല്ലാ പാർട്ടിക്കകത്തും അല്ലെങ്കിൽ ഒരു നേതൃത്വം ഉണ്ടാവും. അത് പ്രസിഡന്റിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിനകത്തും ബി.ജെ.പിക്കകത്ത് നിൽക്കുമ്പോൾ CPM-നകത്ത് സെക്രട്ടറിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. ആ പാർട്ടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു. ഓരോ പാർട്ടിയുടെ തീരുമാനങ്ങൾ അതിന്റെ ഓരോ ഭാഗത്തുമുള്ള പ്രസിഡന്റിനപ്പുറമുള്ള സഹഭാരവാഹികളെ ഏൽപ്പിച്ച് അവർ താഴെ തട്ട് വരെ ആ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോയി പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അത് ഒരു പ്രദേശത്ത് കേരളത്തിലുടനീളം അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളായി മറ്റു സംസ്ഥാനത്തുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ കമ്മിറ്റികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മണ്ഡലം കമ്മിറ്റി, പല ഭാഗത്തിനും പല രീതിയിലാണ് പേരുകൾ. പക്ഷെ ബി.ജെ.പിക്ക് അത് സാധ്യമാകുന്നില്ല. ഒരു സംസ്ഥാന പ്രസിഡന്റിനെ കേന്ദ്രം തീരുമാനിച്ച് ഇവിടെ കൊടുത്തതിന് ശേഷം അയാളുടെ തീരുമാനത്തിന് ഉതകുന്ന രീതിയിൽ ഒരുപക്ഷെ ഇവിടെ മുമ്പുണ്ടായിരുന്ന ബി.ജെ.പിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് സഹകരിക്കുന്നില്ല എന്നാണ് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. ആദ്യമേ ഇതുപോലെ ഇദ്ദേഹം ഭാരവാഹിയായി, അതിനുശേഷം ഇവിടുത്തെ ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെ ഉള്ളത് പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രധാനപ്പെട്ട സെക്രട്ടറിമാരുണ്ടല്ലോ അവരെ ഏൽപ്പിച്ചു. സുധീറിനെ ഏൽപ്പിച്ചു. ഈ പറയുന്ന ഓരോ മേഖലയും, സുധീറിന് ഒരു മേഖല, പറയുന്ന നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഒരു മേഖല, മറ്റു രണ്ട് നേതാക്കന്മാർക്ക് ഒരു മേഖല. ഈ മേഖലയിൽ അവർ ഇടപെട്ട് ഒരുപക്ഷെ ജില്ലാ ഭാരവാഹികൾ, അതിനകത്തും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വളരെ വലിയ ആളാണെന്നും സമൂഹത്തിൽ വലിയ ബി.ജെ.പി ആണെന്നൊക്കെ വിചാരിക്കുന്ന ചില ആൾക്കാരൊക്കെ തന്നെ അതിനകത്ത് ഇടങ്കോലുണ്ടാക്കി പനിയാണെന്ന് പറഞ്ഞു മാറി നിന്നു, ഇടപെടാതെ നിന്നു. അതിനകത്ത് പിന്നെ വേറെ ആൾക്കാരെ വെച്ച് ഇടപെടിക്കേണ്ടി വന്നു. അങ്ങനെ ജില്ലാ ഭാരവാഹികളെ വരെ തീരുമാനിക്കുന്ന ഒരവസ്ഥ വന്നു. പക്ഷെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയാമോ? ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ പാർട്ടിക്കകത്ത് പാർട്ടിക്കപ്പുറം പാർട്ടി വലുതായപ്പോൾ, പാർട്ടിക്ക് വരുമാനം ഉണ്ടായപ്പോൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഈ പാർട്ടിയെ പിടിച്ചു വെക്കുന്നതിന് വേണ്ടി ചിലർ ശ്രമിക്കുന്നു. അത് പാർട്ടി മാത്രം ഞങ്ങളുടെ ഭാഗത്ത് മതി, പാർട്ടിയുടെ ഭാഗമായിട്ട് MLA-മാരോ MP-മാരോ ഉണ്ടാവണ്ടാൻ തീരുമാനിച്ചു പോകുന്ന നേതാക്കന്മാർ, അല്ലെങ്കിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് ഞാനായാൽ മതി, ഒരു MLA ഉണ്ടായെങ്കിൽ അത് ഞാൻ മതി, ഒരു MP ഉണ്ടാവണമെങ്കിൽ അതിൽ ഞാൻ മതി, ഈ രീതിയിലേക്ക് പാർട്ടിയെ ഫോർമാറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഉണ്ടാകുന്ന ഒരു ബി.ജെ.പി, കേരളത്തിലെ ബി.ജെ.പി. അതിനപ്പുറം വന്നു കുമ്മനം രാജശേഖരൻ പണ്ട് വന്നു. കുമ്മനം രാജശേഖരനെ അവർ തൊഴിച്ചു വെളിയിൽ കളഞ്ഞു. എല്ലാവരോടും ഒന്നിച്ചു. കാരണം പാർട്ടിക്കകത്ത് അഴിമതി നടത്താത്ത, പാർട്ടി സുതാര്യമായി കൊണ്ടുപോകാൻ സാധ്യതയുള്ള, പാർട്ടിക്കകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗാന്ധിയൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ, ഒന്നും വേണ്ടാത്ത സ്വാർത്ഥമായിട്ടല്ല, ഒന്നും വേണ്ടാത്ത നിസ്വാർത്ഥമായ സേവനത്തിന് ഉതകുന്ന ഒരാൾ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നപ്പോൾ അയാൾക്ക് എത്ര കാലം പിടിച്ചിരിക്കാൻ പറ്റി? സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ ഇവിടുന്ന് പോകേണ്ടി വന്നു. ഇപ്പോഴും ആ മനുഷ്യന് എത്ര പ്രസക്തിയുണ്ട് ബി.ജെ.പിക്കകത്ത്? അതിനുശേഷം പലരെ പരീക്ഷിച്ചപ്പോഴും കേന്ദ്ര ബി.ജെ.പിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാവരും അവരുടെ താല്പര്യങ്ങൾ, ആ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്തവരെ, അല്ലെങ്കിൽ താഴെത്തട്ടിൽ ഇടപഴകിയിട്ടില്ലാത്തവരെ, ആ താഴെത്തട്ടിൽ പാർട്ടി ഉണ്ടാക്കാൻ പറ്റാത്തവരെ, അവരുടെ ഈ പറയുന്ന ആൾക്കാരുടെ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി ഭാരവാഹികളായിട്ട് വെച്ചുപോകുന്ന ഒരവസ്ഥ, അതുകൊണ്ട് പാർട്ടി ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ, അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത്. ഈ പറയുന്ന ജില്ലാ കമ്മിറ്റി വരെ ഉണ്ടായപ്പോഴും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം പലരെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ ഭാഗമായിട്ടുള്ളവരെ വെച്ചു. ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയോ, അടുത്ത ഉടനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരവ് സംസ്ഥാന
അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുക. ബാക്കി രണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ള പാർട്ടിയാ. അവർക്കൊന്നും ഒരുക്കേണ്ടതായിട്ടില്ല. ഈ ഒരുക്കുന്നത് പോലെ അവർക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പ്രയാസമുള്ളതായിട്ടില്ല. അവർക്ക് 1-ന് 10 വീതം നിൽക്കുക. അത് CPM-ന്റെ കാര്യമായാലും കോൺഗ്രസിന്റെ ആയാലും. BJP എല്ലാം ഒരുക്കണ്ടേ? BJP എന്തൊരുക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി? നിങ്ങൾക്കറിയാമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന പ്രേക്ഷകർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രദേശത്ത് BJP എന്തൊരുക്കുന്നു, അല്ലെങ്കിൽ എന്ത് തയ്യാറാകുന്നു? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ കോർപ്പറേഷൻ പിടിക്കാൻ തീരുമാനിച്ചു, ഞങ്ങൾ കോഴിക്കോട് പിടിക്കും, ഞങ്ങൾ എറണാകുളം പിടിക്കും, ഞങ്ങൾ തിരുവനന്തപുരം പിടിക്കും, പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി കൂടുതൽ പിടിക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ആര് പിടിക്കുമെന്നാ? നാട്ടുകാർ പിടിക്കുവോ? BJP-യുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനകത്ത് പ്രവർത്തിക്കാൻ ഇറങ്ങിയാലല്ലേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമുള്ളവർ, അല്ലെങ്കിൽ ഇറങ്ങിച്ചെന്നാൽ ജനം അംഗീകരിക്കുന്നവർ. പണ്ട് ഇല്ലാത്ത സമയത്ത് 6% വോട്ടുള്ളപ്പോഴും BJP പ്രസക്തമായിട്ട് നിന്നെന്ന് പറഞ്ഞാൽ BJP-യുടെ നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചാൽ കളങ്കമില്ലാത്തവർ, കൊള്ളാവുന്നവർ, സമൂഹം അറിയാവുന്നവർ, അത്തരത്തിൽ സമൂഹത്തിന് താല്പര്യമുള്ളവരൊക്കെ ആയിരുന്നു. ഇപ്പോഴുള്ള BJP-യുടെ നേതാക്കന്മാരെ പല പ്രദേശങ്ങളിലും പരിശോധിച്ചാൽ ആർക്കും താല്പര്യമില്ലാത്തവരാണ്, ആരും അറിയാത്തവരാണ്. ജനങ്ങൾക്കിടയ്ക്ക് ഇറങ്ങിച്ചെന്നാൽ അവർ പറയുന്ന കാര്യത്തിന് അംഗീകരിക്കുക താല്പര്യമില്ലാത്തവരാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന നേതാക്കന്മാരാണ് ഈ BJP-ക്കകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് BJP-ക്കകത്ത് പ്രശ്നം. അതിനപ്പുറം ഒരു താല്പര്യവുമില്ലാതെ പണം പിടുങ്ങാൻ താല്പര്യമില്ലാത്ത ഒരു നേതാവായിട്ട് ഈ പറയുന്ന ചന്ദ്രശേഖരൻ വന്നപ്പോൾ ചന്ദ്രശേഖരന്റെ പിറകിൽ ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ജാതിയുടെയും മുതലാളിത്തത്തിന്റെയും ഒക്കെ പേര് വളരെ കൃത്യമായിട്ട് BJP-ക്ക് അകത്തു നിന്ന് തന്നെ വെളിയിൽ കൊണ്ടുവരുന്ന ഒരവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് 2009 തൊട്ട് മുരളീധരൻ, അതിന്റെ കെയർ ഓഫിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സുരേന്ദ്രൻ, അവരുടെ കയ്യിലിരുന്ന ഒരു മൊണോപ്പൊളി നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല. കേന്ദ്രത്തിൽ ഭരണം ഉണ്ടായ ഒരു പാർട്ടി, ഭരണമില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഭരണമില്ലെങ്കിലും ഇവർക്ക് കിട്ടുന്ന ഒരു സുഖം, അവിടെ നിന്ന് ഇലക്ഷൻ, മറ്റു കാര്യങ്ങൾക്കകത്ത് വരുന്ന ഒരു ഫണ്ട്, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള രീതിയിൽ ഇവിടുത്തെ മുതലാളിമാരുടെ കയ്യിൽ നിന്നും മറ്റിടത്തുനിന്നും കിട്ടുന്ന ഒരു ഫണ്ട്, പിന്നെ കിട്ടുന്ന ഒരു അംഗീകാരം, ഇതിന്റെയൊക്കെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സുഖമാണ്. അത് ഭരണമില്ലെങ്കിൽ പോലും ഈ ഇവിടുത്തെ BJP നേതാക്കന്മാർ അനുഭവിക്കുന്നത് 2009 തൊട്ട് മുരളി അനുഭവിക്കുന്നു. മുരളി കേന്ദ്രം അല്ലെങ്കിൽ സഹമന്ത്രിയായിട്ടിരിക്കുന്നു. മുരളി പല കാര്യങ്ങൾ ഇവിടെ നിയന്ത്രിക്കുന്നു. മുരളിക്കപ്പുറം ഒന്നും വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതിന്റെ ശേഷം സുരേന്ദ്രൻ വരുന്നു. സുരേന്ദ്രൻ ഇപ്പോഴും പോയി. അപ്പം അവരുണ്ടാക്കിയെടുത്ത ഒരു സംവിധാനം ഈ പാർട്ടിക്കകത്ത് ഇപ്പോഴും നിൽക്കുകയാണ്. അതിനെ മറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് അപ്പുറം നിന്നുകൊണ്ട് ഒരാൾ പോകുന്നതിന് സമ്മതിക്കുന്നില്ല എന്നാണ് ഈ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റാത്തതിൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പ്രശ്നങ്ങൾ കണ്ടല്ലോ. മുരളീധരനെയും സുരേന്ദ്രനെയും വന്നില്ല. എന്തുകൊണ്ട്? സംസ്ഥാന പ്രസിഡന്റ് ചോദിച്ചു പറഞ്ഞ 1-2 പേര് വന്നില്ലെങ്കിലും നടക്കാം. അതായത് അവരെ വേണ്ട, അല്ലെങ്കിൽ അവരാണ് ഇവിടുത്തെ കുഴപ്പം എന്നുള്ള രീതിയിൽ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു വയ്ക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്ന ഒരു വാർത്ത, BJP അകത്തു നിന്ന് വരുന്ന ഒരു വാർത്ത, എല്ലാം ശരിയാക്കാൻ ഇതുവരെ കുഴപ്പമായിരുന്ന, കയ്യിൽ വെച്ചിരുന്ന, ഈ പാർട്ടി ഈ അവസരത്തിലാക്കിയിരുന്ന, അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരെ അടുപ്പിക്കാതിരുന്ന മുരളീധരനെയും സുരേന്ദ്രനെയും മാറ്റി നിർത്തി ബാക്കി കുമ്മനം രാജശേഖരനെയും, അല്ലെങ്കിൽ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജീവ് ചന്ദ്രശേഖരനെയാണ് കാണുവാൻ സാധിക്കുന്നത്. BJP-യുടെ സംസ്ഥാന കമ്മിറ്റി മാത്രമല്ല, BJP-യുടെ അല്ലെങ്കിൽ യുവമോർച്ചയുടെ ഒക്കെ സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കുന്നതിനോ തീരുമാനിച്ചു കൊടുക്കുന്നതിനോ പോലും സാധ്യമല്ലാത്ത ഒരു രീതി, അതിനുള്ള അവസരമില്ല, ഉണ്ടാക്കാത്ത ഒരു അവസ്ഥ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതിന്റെ എല്ലാം പിറകിൽ ഒരുപക്ഷെ മുരളീധരനോ സുരേന്ദ്രനോ ഒക്കെ ആണെന്നാണ് ഇപ്പൊ വരുന്ന വാർത്തകൾ. ഏതായാലും രാജീവ് ചന്ദ്രശേഖരനും ശോഭാ സുരേന്ദ്രനും എല്ലാം കൂടെ ഒന്നിച്ചു നീങ്ങുന്ന ഒരു BJP, അല്ലെങ്കിൽ അത്തരത്തിൽ നീങ്ങിയാൽ ഒരുപക്ഷെ ഇവിടെ കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഒരു നീക്കം ഒക്കെ നടന്നു പോകുന്നു. ഏതായാലും BJP-ക്ക് അകത്ത് ആഭ്യന്തര വിഷയം രൂക്ഷമാണ്. അത് മാറിയാൽ മാത്രമേ BJP കേന്ദ്രം ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു BJP ആയിട്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. BJP-ക്കകത്തെ ഭാരവാഹികൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ മാറിയാലേ, അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യമില്ലാത്ത ആൾക്കാർ വന്നാലേ, അങ്ങനെ വന്നായിരുന്നവരെ പ്രവർത്തിക്കാൻ അനുവദിച്ചാലേ കേരളത്തിൽ BJP-ക്ക് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ ഈ പണ്ട് ഒരു അമ്മ ചേഴക്കാരൻ പറഞ്ഞതുപോലെ എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവത്തില്ല എന്ന് പറയുന്ന ഒരു BJP മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് RC-യും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനും
ഒക്കെ ഒറ്റ നിൽപ്പിൽ ബി ജെ പി അല്ലെങ്കിൽ പഴയ കുമ്മനവും എല്ലാം ഒരേ അവസ്ഥയിൽ വന്നിട്ട് ബി ജെ പിക്ക് ഒരു പുതിയ മുഖം ഉണ്ടാക്കുന്നതിനും ഭാരവാഹികളെ ഉണ്ടാക്കുന്നതിനും അടുത്ത ആഴ്ച ഏതാണ്ട് ഭാരവാഹികളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഏതായാലും ഇപ്പോഴത്തെ നില. ബി ജെ പി കേരളത്തിൽ വളരെ അകത്ത് പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ തമ്മിലടിക്കുന്ന ഒരു ബി ജെ പി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റവും ഉള്ള ബി ജെ പി ഇന്ന് കേരളത്തിലില്ല. ബി ജെ പിക്ക് പ്രശ്നങ്ങളാണ്, ആ നേതാക്കന്മാർ തന്നെയാണ് അവരുടെ പ്രശ്നവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.